ഹായ് കുട്ടികളെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കേരളത്തിലെ ആദ്യ കാറ്റാടി വൈദ്യുതി ഉൽപാദന കേന്ദ്രമേത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കൂടെ നിങ്ങളുടെ പേരുകളും എഴുതണേ. ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഹുസൈൻ സാഗർ താപവൈദ്യുത നിലയം. ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർ വൃന്ദ, വൈഗ, ശിവ, ഫെബ, ജിഷ്ണ, സഹൽ, നാജിയ, മിസ്ന, വിഘ്നേഷ്, ജിഷ്ണ, ദേവനന്ദ, റിസ്വാന, ആദിദേവ്, ഹാദിയ, അമേയ, അഫ്ര, ആര്യനന്ദ, ജഗത്, അഷ്ടമി, ജിയ, ഫസീന, ജിയ, ഇഷ, ബത്തൂൽ. കുറെ കൂട്ടുകാർ ശരി ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത കൂട്ടുകാർക്ക് താങ്ക്സ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന വൈറൽ അണുബാധ ഏത്? ഓപ്ഷൻസ്: മുണ്ടിനീര്, ടോൺസിലൈറ്റിസ്, അൾസർ. ഇതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ എ, മുണ്ടിനീര്. ഏതിനം സസ്യത്തിൽ നിന്ന് എടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്? ഓപ്ഷൻസ്: ആൽഗ, ലൈക്കൺ, ഫംഗസ്, പായൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ലൈക്കൺ. കോശമർമ്മം ഇല്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, രക്തത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. മുകളിൽ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധമുള്ളത്? ഓപ്ഷൻസ്: ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ. ശരി ഉത്തരം ഓപ്ഷൻ എ, ചുവന്ന രക്താണുക്കൾ. ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമം? ഓപ്ഷൻസ്: കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡ്? ഓപ്ഷൻസ്: അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: സാർവിക സൂചകം, ജലം, മണ്ണെണ്ണ. ഇവയൊന്നുമല്ല. ശരി ഉത്തരം സാർവിക സൂചകം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം? ഓപ്ഷൻസ്: ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി, ചെന്നൈ, മുംബൈ. ശരി ഉത്തരം ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകത്തിന്റെ പ്രത്യേകത? ഓപ്ഷൻസ്: തീ അണക്കുന്നു, കത്തുന്നത്, സാന്ദ്രത കൂടിയത്, കത്താൻ സഹായിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, കത്തുന്നത്. സബ്മറൈനുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻസ്: കാലിഡോസ്കോപ്പ്, ടെലസ്കോപ്പ്, ബൈനോക്കുലർ, പെരിസ്കോപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, പെരിസ്കോപ്പ്. സൂര്യോദയം കിഴക്കും സൂര്യാസ്തമയം പടിഞ്ഞാറും ആവാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻസ്: ഭൂമിയുടെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്, ഭൂമിയുടെ ഭ്രമണം തെക്ക് നിന്ന് വടക്കോട്ടാണ്, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതുകൊണ്ട്. ശരി ഉത്തരം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: മാവിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു, തെങ്ങിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു, ജാതിമരത്തിൽ ആൺപൂവും പെൺപൂവും ഒരേ സസ്യങ്ങളിൽ കാണുന്നു, പനയിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. ശരി ഉത്തരം പനയിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. രണ്ട് ദർപ്പണങ്ങൾ ചേർത്തുവെച്ച് 7 പ്രതിബിംബങ്ങൾ രൂപീകരിച്ചു എങ്കിൽ അവ തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻസ്: 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ ബി, 45 ഡിഗ്രി. മുതുകു മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യത്തെ എന്ത് പറയുന്നു? ഓപ്ഷൻസ്: കൈഫോസിസ്, ലോഡോസിസ്, സ്കോളിയോസിസ്, മെറ്റഫോസിസ്. ശരി ഉത്തരം ഓപ്ഷൻ എ, കൈഫോസിസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ഗ്രൂപ്പ്? ഓപ്ഷൻസ്: നിശാന്തത, വിറ്റാമിൻ ബി, ക്യാരറ്റ് ഇലകൾ, ഗോയിറ്റർ, അയഡിൻ, കടൽ മത്സ്യങ്ങൾ, സ്കർവി, വിറ്റാമിൻ എ, തേങ്ങ, എള്ള്, നിലക്കടല, അനീമിയ, വിറ്റാമിൻ ഡി, സൂര്യപ്രകാശം, ധാന്യങ്ങൾ. ശരി ഉത്തരം ഗോയിറ്റർ, അയഡിൻ, കടൽ മത്സ്യങ്ങൾ. ഒറ്റയാൻ ആര്? ഓപ്ഷൻസ്: വീനസ് ഫ്ലാഷ്, പൈൻ മരങ്ങൾ, പിച്ചർ ചെടി, സൺ ഡ്യൂ ചെടി. ശരി ഉത്തരം ഓപ്ഷൻ ബി, പൈൻ മരങ്ങൾ. ചില ജീവികളുടെ ശ്വസനത്തിലെ വൈവിധ്യം താഴെ കൊടുക്കുന്നു. ശരി ഉത്തരം ഏത്? ഓപ്ഷൻസ്: മണ്ണീര, ഈർപ്പമുള്ള ത്വക്ക്, മത്സ്യം, ബുക്ക് ലങ്സ്, തവള, ശകുലങ്ങൾ, ചിലന്തി, കരയിൽ ശ്വാസകോശം, വെള്ളത്തിൽ ഈർപ്പമുള്ള ത്വക്ക്. ശരി ഉത്തരം ഓപ്ഷൻ എ, മണ്ണീര, ഈർപ്പമുള്ള ത്വക്ക്.
പകൽ സമയത്ത് മുറിക്കുള്ളിൽ പ്രകാശം ലഭിക്കുന്നതിന് കാരണമെന്ത്? ഓപ്ഷൻസ്: ക്രമപ്രതിപതനം, വിസരിത പ്രതിപതനം, പാർശ്വിക വിപര്യം, അപവർത്തനം. ശരി ഉത്തരം ഓപ്ഷൻ ബി, വിസരിത പ്രതിപതനം. സൂര്യനിൽ നിന്നുള്ള താപം ഏതു രീതിയിലാണ് ഭൂമിയിൽ എത്തുന്നത്? ഓപ്ഷൻസ്: ചാലനം, സംവഹനം, വികിരണം. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി, വികിരണം. ആന്തരപരാദത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ്: വിരകൾ, പേൻ, കൂൺ, തേനീച്ച. ശരി ഉത്തരം ഓപ്ഷൻ എ, വിരകൾ. ജലശുദ്ധീകരണശാലകളിൽ എയറേഷൻ നടത്തുന്നതിൻ്റെ ആവശ്യകത. ഓപ്ഷൻസ്: ഓക്സിജന്റെ അളവ് കൂട്ടുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക, ജലത്തെ അണുവിമുക്തമാക്കുക. ഇവയെല്ലാം. ശരി ഉത്തരം ഓപ്ഷൻ എ, ഓക്സിജന്റെ അളവ് കൂട്ടുക. അജിനോമോട്ടോയുടെ രാസനാമം. ഓപ്ഷൻസ്: സോഡിയം സൾഫേറ്റ്, പോളിവിനൈൽ ക്ലോറൈഡ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, സിങ്ക് ഫോസ്ഫേറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ സി, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ കാണപ്പെടുന്ന പച്ചവൃത്തം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: സസ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ അടയാളം, സസ്യേതര വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ അടയാളം, മായം ചേർത്തതിനെ സൂചിപ്പിക്കുന്നു. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ എ, സസ്യവസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ അടയാളം. താഴെ കൊടുത്തവയിൽ ഏതു ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത്? ഓപ്ഷൻസ്: ഭൂമി ചന്ദ്രൻ സൂര്യൻ, ചന്ദ്രൻ ഭൂമി സൂര്യൻ, ഭൂമി സൂര്യൻ ചന്ദ്രൻ, ചന്ദ്രൻ സൂര്യൻ ഭൂമി. ശരി ഉത്തരം ഓപ്ഷൻ എ, ഭൂമി ചന്ദ്രൻ സൂര്യൻ. നേർപ്പിച്ച കാസ്റ്റിക് സോഡ ലായനിയിൽ ഏതാനും തുള്ളി ഫിനോഫ്തലീൻ ചേർത്തു. ഇതിൽ ഒരു സ്ട്രോ താഴ്ത്തിവെച്ച് ശക്തിയായി ഊതിയപ്പോൾ ഉണ്ടായ മാറ്റം എന്തായിരിക്കും? ഓപ്ഷൻസ്: പിങ്ക് നിറം നഷ്ടപ്പെട്ട് നിറമില്ലാതായി തീരുന്നു, നിറമില്ലാത്ത ലായനി പിങ്ക് നിറമുള്ളതായി തീരുന്നു, ഓറഞ്ച് നിറം മഞ്ഞ നിറമായി മാറുന്നു, മഞ്ഞ നിറം ചുവപ്പ് നിറമായി മാറുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ, പിങ്ക് നിറം നഷ്ടപ്പെട്ട് നിറമില്ലാതായി തീരുന്നു. താഴെ പറയുന്നവയിൽ ഓർഗാനിക് ആസിഡുകളുടെ ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻസ്: സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓസ്കാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓസ്കാലിക് ആസിഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും നൽകണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.